IFFK വേദി വെച്ചിട്ട് നമ്മളിവിടെ RJ അഞ്ജലി ഉണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ IFFKന്റെ വിശേഷം? ഒരുപാട് സന്തോഷം. നമ്മളെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. സിനിമ കാണുന്നത് വളരെ കുറവാണ് എന്ന് മാത്രമല്ല, സിനിമ കണ്ടിട്ടേ ഇല്ല. 10 വർഷമായി IFFK റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ വർഷത്തെ ഒരു IFFKയുടെ പ്രത്യേകതയായിട്ട് പലരും പറഞ്ഞു കേൾക്കുന്നത് സ്ത്രീപക്ഷ സിനിമകൾ കൂടുതലുണ്ട്, സ്ത്രീ സംവിധായകർ, മത്സര ചിത്രങ്ങളിൽ പോലും ഒരു സ്ത്രീ സംവിധായകയുണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് ഒരുപാട് സന്തോഷം. അപ്പോൾ മേള എന്താണ്, അതിൻ്റെ ഒരു വൈബ് എന്താണ് എന്നുള്ളത് മനസ്സിലാവും. പക്ഷെ സിനിമ കണ്ടിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം IFFK എന്ന് പറയുന്ന ഒരുപാട് സൗഹൃദങ്ങളാണ്. എല്ലാ വർഷവും സൗഹൃദങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടി വരും. ഇവിടെ വരുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ IFFK മൂത്താപ്പ വരുമ്പോൾ ആ തരത്തിലേക്ക് നമുക്ക് സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ IFFKയിലും പരിചയമുള്ള ഒരുപാട് മുഖങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാ വർഷവും 10 വർഷമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10 വർഷമായി RJ ആയിട്ട്. ഈ 10 വർഷങ്ങളിലും റിപ്പോർട്ടിങ്ങിലുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പ്രഗ്നൻ്റ് ആയിരുന്നു, അല്ല കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം, അങ്ങനെയും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും മേള ആസ്വദിച്ചിട്ടുണ്ട്. ഇല്ല, ഒരു വട്ടവും സിനിമ കാണൂല. റിപ്പോർട്ടിംഗ് ആയതുകൊണ്ട് അങ്ങനെ കാണാമല്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഈ പറയുന്ന പോലെ ഒരുപാട് പേരെ പരിചയപ്പെടാൻ നമുക്ക് സമയം കിട്ടാറുണ്ട്. സൗഹൃദങ്ങൾ പുതുക്കെ ഇങ്ങനെ നടക്കുന്നു. മെയിനായിട്ട് വൈബാണ്. എല്ലാ വർഷവും ഇപ്പോൾ IFFK വരുന്ന ഒരു സിനിമയ്ക്ക് ഉപരി വൈബാണ് മെയിനായി നോക്കി വരുന്നവരുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചൊക്കെ എന്താണ്? അതായത് ഇപ്പോൾ ഞാൻ സ്വകാര്യം സംഭവബഹുലം എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിയോ ചേട്ടൻ ഇന്നലെ ഇവിടെ വന്നു. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം വീണ്ടും കാണാൻ പറ്റിയത് ഇവിടെ വെച്ചാണ്. അപ്പോൾ ഓടിപ്പോയി സംസാരിച്ചു, അങ്ങനെയൊക്കെ. പിന്നെ ഇതിൻ്റെ തൊട്ട് മുകളിലൊരു വലിയ സ്ക്രീൻ വെച്ചിട്ടുള്ളതിൽ ഈ നമ്മുടെ കേരള ബാങ്കിന് വേണ്ടിയിട്ട് ഞാനൊരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ചെറിയ സന്തോഷങ്ങളും ഈ വർഷമുണ്ട്. ഇപ്പോൾ 6 ദിവസമായി IFFK തുടങ്ങിയിട്ട്. എങ്ങനെയുണ്ട് ഇത്ര ദിവസത്തെ ഒരു എക്സ്പീരിയൻസ്? ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ വന്നതാണ്. 5ാമത്തെ ദിവസമാണെന്ന്. മൊത്തത്തിൽ ഇത് എനിക്കൊരു പിന്നെ ശബരിമലയ്ക്കൊക്കെ പോകുന്ന മാതിരി വർഷത്തിലൊരിക്കലും ഇങ്ങനെ വരാൻ തോന്നുന്നൊരു വികാരമാണ്. സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയില്ലെങ്കിലും സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഈ തിരക്കും ഈ ഒരു സിനിമാ പ്രേമികളുടെ ഒരു ഒത്തുചേരലെന്ന നിലയിലാണ് ഇതിനെ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നത്. ഫിലിംസ് ഒരു 30% ചിലതൊക്കെ സെലക്ഷൻ മോശമായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട ഗേൾ ഫ്രണ്ട്സ്, അതുപോലെ വേറെ ഒരു ഫിലിം ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്കത്ര ഒറ്റ മോശം, ആർക്കും അഭിപ്രായത്തിൽ എന്നാൽ ഒരു 80% സെലക്ഷൻ നല്ലതായിരുന്നു പ്രാവശ്യം. ഒരുപാട് നല്ല ഫിലിംസ് കാണാൻ പറ്റി. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം എന്താണ് ഒരു വ്യത്യാസം? പ്രത്യേകിച്ച് ഫിലിംസിൻ്റെ സെലക്ഷൻ നന്നായിട്ടുള്ള ഒന്ന് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഒന്നുകൂടെ മെച്ചപ്പെട്ട ഫിലിംസ് ഉണ്ടായിരുന്നു. പിന്നെ രജിസ്റ്റർ റിസർവ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. പെട്ടെന്ന് ഒരു 10-15 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ റിസർവേഷൻ ഫുള്ളാവുന്നുണ്ട്. 10 സെക്കൻഡ് പോലും കിട്ടുന്നില്ല. അത് ഒന്ന് നന്നായതായിരിക്കും ചിലപ്പം. ഇവരുടെ വെബ്സൈറ്റ് ഒന്നുകൂടെ സ്പീഡായി ആക്യുറേറ്റ് ആയതായിരിക്കും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നല്ല ടെക്കിയ ആൾക്കാർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മളമാരുള്ള ആൾക്കാർക്ക് അത് നമ്മളൊന്ന് എടുത്തു വരുന്നതിന് അത് ഫുള്ളായി പോകുന്നുണ്ട്. ആൾക്കാരതുപോലെ അണ്ടർസേർഡ് ആൾക്കാരെ കയറ്റാൻ വേണ്ടി ഒന്നുകൂടെ സിസ്റ്റമാറ്റിക് ആക്കി കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നാവും. ഇത് നമ്മൾ മണിക്കൂറോളം ക്യൂ നിൽക്കും, എന്നിട്ട് നമുക്ക് കാണാൻ പറ്റാതെ പോകും. എന്നാൽ കാണാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്കൊരു ടോക്കൺ അങ്ങനെ വല്ല തരികയാണെങ്കിൽ, ഒരു ഇത്ര സീറ്റിന് ഇത്ര ടോക്കൺ കൊടുക്കുകയാണെങ്കിൽ അവർ നിന്നാൽ മതിയല്ലോ, ബാക്കിയുള്ളവർ നിൽക്കണ്ടല്ലോ. അങ്ങനെ ഒരു സംവിധാനമൊക്കെ അതിന് വരുമായിരിക്കും ഭാവിയിൽ.